പ്രിയമുള്ള സഹോദരന്മാരെ, സഹോദരിമാരെ, ഏവർക്കും ദൈവാനുഗ്രഹം എപ്പോഴും ഉണ്ടായിരിക്കട്ടെ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഖാല ഗൈറല്ലാഹി അബഗീകും ഇലാഹൻ വഹുവ ഫളലകും അലൽ ആലമീൻ. അദ്ദേഹം പറഞ്ഞു, അള്ളാഹു അല്ലാത്തവരെയാണോ ഞാൻ നിങ്ങൾക്ക് ദൈവമായി അന്വേഷിക്കേണ്ടത്? അവനാകട്ടെ നിങ്ങളെ ലോകരിൽ വെച്ച് ഉത്കൃഷ്ടരാക്കിയിരിക്കുകയാണ്. അപ്പോൾ ഇത് ആദ്യമായിട്ട് മൂസാ നബിയുടെ കഥ എന്ന് പറയുമ്പോൾ ആദ്യമായിട്ട് ഒരു സമൂഹം പ്രവാചകൻ്റെ കീഴിൽ വരുന്ന ഒരു സംഭവമാണ് മൂസാ നബിയുടെ കഥ. ഇബ്രാഹിം നബി അതിന് മുമ്പ് ഏകദേശ വിശ്വാസത്തിൽ പ്രവർത്തിച്ചിരുന്നു. പക്ഷേ ഇബ്രാഹിം നബിൻ്റെ കീഴിൽ അനുയായികളൊന്നും ഇല്ലായിരുന്നു. അദ്ദേഹത്തെ മകന്, മക്കൾ, അല്ലേ, സഹോദരി, പുത്രന്, അത്രയും കുറച്ച് പേരൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ മൂസാ നബിയുടെ കൂടെ കുറച്ച് ജനങ്ങൾ, ഇസ്രായേലിൽ നിന്ന് ജനസമൂഹം ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ മജീഷ്യന്മാരും ഉണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെയുള്ള ആദ്യമായിട്ട് വരികയാണ് ആരംഭശൂരത്വം, അല്ലേ. എന്ത് കാര്യം ആദ്യമായി തുടങ്ങുമ്പോൾ അതിൻ്റെതായ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവും. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ഇത്രയൊക്കെ പ്രബോധനം, ഇത് തെളിവ് കണ്ടിട്ടും ഇവർ എന്ത് ചെയ്തു? ഈ പശുവിനെ കണ്ടപ്പോൾ ഇവർ ഈ വിഗ്രഹത്തെ ആരാധിക്കുന്നുണ്ട്, അവർക്ക് വേണം, ഞങ്ങൾക്കും വേണം വിഗ്രഹം എന്ന് പറഞ്ഞു. അപ്പോൾ അവർ ശരിക്കും പരിവർത്തനം ചെയ്യപ്പെട്ടിട്ടില്ലാത്ത ജനതയാണ്. ഇപ്പോഴും മൈദപ്പൊടി ആണെങ്കിൽ നമ്മളിപ്പം അല്പം ഒന്ന് കുഴച്ച് അല്പം ഒന്ന് വെള്ളം പാർന്ന് ആക്കി കഴിഞ്ഞാലോ അതിനെ നമുക്ക് പൊറോട്ട ആക്കാൻ പറ്റില്ലല്ലോ. നല്ലവണ്ണം കുഴച്ച് ഇതാക്കി എടുത്തു കഴിഞ്ഞാൽ നമുക്ക് പൊറോട്ട ആക്കി എടുക്കാൻ പറ്റും. അതുപോലെ തന്നെ അതിനുമാത്രം പരിവർത്തിക്കപ്പെട്ടിട്ടില്ലായിരുന്നു. അതുകൊണ്ട് തന്നെ ഇവർ പഴയ അവസ്ഥയിലേക്ക് തിരിച്ചു പോകാൻ വേണ്ടി കുതിച്ചു. അവരതിന് മുമ്പ് വിഗ്രഹങ്ങൾ ആരാധിച്ചവരായിരുന്നു. അപ്പം മൂസാ നബി പറഞ്ഞു, ഏകദൈവത്തെ മാത്രം ആരാധിക്കാൻ പറ്റുള്ളൂ, പക്ഷേ ഏകദൈവത്തെ കാണാനും കഴിയുന്നില്ല. അപ്പോൾ ഇങ്ങനത്തെ ഒക്കെ ഇത് വന്നപ്പോൾ പെട്ടെന്ന് അങ്ങോട്ട് ഉൾക്കൊള്ളാൻ കഴിഞ്ഞിട്ടില്ല. പക്ഷേ മൂസാ നബി ഈ വടി പാമ്പാക്കുന്നതും മറ്റൊക്കെ കണ്ടപ്പോൾ അദ്ദേഹം പ്രവാചകനാണെന്ന് ബോധ്യം മറ്റു. പക്ഷേ ശരിക്കും ഇങ്ങോട്ടുള്ള വിശ്വാസത്തിലേക്ക് ഒരു വന്നിട്ടില്ല. അത് ശപിക്കപ്പെട്ട ഇബ്ലീസിൻ്റെ പ്രവർത്തനം കൂടി ഉണ്ട്. അപ്പം പറയാണ്, മൂസാ നബി പറയാണ്, അള്ളാഹു അല്ലാത്തവരെയാണ് ഞാൻ നിങ്ങൾക്ക് ദൈവമായി അന്വേഷിക്കേണ്ടത്. അവനാകട്ടെ നിങ്ങളെ ലോകരിൽ വെച്ച് ഉത്കൃഷ്ടരാക്കിയിരിക്കുകയാണ്. അപ്പോൾ ലോകരിൽ വെച്ച് ഏറ്റവും ഉത്കൃഷ്ട ജനതയായിരുന്നു ഇസ്രായേലികൾ പണ്ട്. ഇപ്പോൾ അവരെല്ലാം കളഞ്ഞു കുളിച്ചു. അവരുടെ ശ്രദ്ധ മുഴുവനും എന്തായി? പണം ഉണ്ടാക്കാൻ, ബ്ലാക്ക് മാജിക്ക്, ആഭിചാര വിദ്യകൾ, അതുപോലെ തന്നെ പിന്നെ വ്യഭിചാരം. അപ്പോൾ അതിനൊക്കെ വലിയ താല്പര്യമുള്ള ജനതയാണ് ഇവർ, ഈ ഇസ്രായേലുകൾ പണ്ട്. അപ്പോൾ അതിൻ്റെയൊക്കെ അപ്പോസ്തലന്മാരിപ്പം ഈ ജൂതന്മാരാണ്. ഏറ്റവും വലിയ പോൺ വീഡിയോ നിർമ്മാതാക്കളും ഒക്കെ ജൂതന്മാരാണ്. മയക്കുമരുന്നിൻ്റെ തലപ്പത്തിരിക്കുന്ന ജൂതന്മാരാണ്. എല്ലാ ബാങ്കിങ് മേഖലയുടെ തലപ്പത്തിരിക്കുന്ന ജൂതന്മാരാണ്. പണം നേടി തന്നെ ഈ കൊള്ളപ്പലിശ കൊടുത്തിട്ടാണ്. പിന്നെ ജൂതമതത്തിൽ പലിശ വിരോധിച്ചിട്ടായിരുന്നു. അപ്പം ഈ റോസ്ഫീൽഡ് എന്ന വ്യക്തി പലിശയ്ക്ക് കടം കൊടുക്കാൻ തുടങ്ങിയപ്പോൾ അയാളെ ഒറ്റപ്പെടുത്തി, ആ സമൂഹം ഒറ്റപ്പെടുത്തി. എന്നിട്ടും അയാളെ വകവെക്കാതെ അയാളെന്ത് ചെയ്തു? പണം കടം കൊടുത്ത് വലിയ പലിശക്കാരനായി മാറി. കാരണം ജൂതമതത്തിലൊക്കെ പലിശ നിരോധിച്ചിട്ടുണ്ട്. ഇയാളെ വകവെക്കാതെ എന്ത് ചെയ്തു? പലിശ വായ്പ കൊടുത്ത് പണം സമ്പാദിക്കാൻ തുടങ്ങിയപ്പോൾ ജൂത സമൂഹം ഇയാളെ ഒറ്റപ്പെടുത്തി. അതൊന്നും വകവെക്കാതെ ഇയാൾ പണം കൊടുത്ത് അങ്ങനെ വലിയ പണക്കാരനായി, പണത്തിൻ്റെ മുകളിൽ പണം കൊടുത്ത് രാജ്യങ്ങൾക്ക് വരെ പണം കൊടുക്കാൻ മാത്രം പണം നേടി. അങ്ങനെ അവർ ലോകം മുഴുവയുടെ കയ്യിലെ വലിയ വലിയ പണം നേടിക്കഴിഞ്ഞാൽ പല ആൾക്കാരും നമ്മളെ തേടി വരുമല്ലോ, അല്ലേ. നമ്മളെ കയ്യിൽ പണം ഉണ്ട് പറയുമ്പോൾ പല ബിസിനസ് സ്ഥാപനങ്ങളും ഒക്കെ എന്ത് ചെയ്യും? പണത്തിന് വേണ്ടി ഇയാളെ കാലിൽ വീഴും. അപ്പം അവരും കൂടി ഇയാളിലേക്ക് മറ്റു പല കമ്പനികളും, കെന്നഡി കുടുംബം, ലീ കുടുംബം, പല കുടുംബങ്ങളും ഒക്കെ ജൂതന്മാരാണ്. ഒക്കെ ഒരു അന്യോന്യം വിവാഹം കഴിക്കുകയുള്ളൂ. രക്തബന്ധത്തിൽ മാത്രം അങ്ങോട്ടും ഇങ്ങോട്ടും വിവാഹം കഴിക്കാണ്, സ്വത്ത് പോവാതിരിക്കാൻ വേണ്ടി. ഇപ്പോഴും നായർ കുടുംബങ്ങൾക്കിടയിലൊക്കെ ഒരു അന്യോന്യം വിവാഹം കഴിക്കുക ചെയ്യുക, കാരണം സ്വത്ത് പോവാതിരിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ അത് കുരുട്ടുബുദ്ധിയാണ്. പക്ഷെ അതവിടെ നാശവുമാണ്. അങ്ങനെ വിവാഹം കഴിച്ച് ജനിക്കുന്ന കുഞ്ഞുങ്ങൾക്ക് പല രോഗങ്ങളും വരുമെന്ന് ശാസ്ത്രം പറഞ്ഞിട്ടുണ്ട്. അവർക്ക് പല രോഗങ്ങളൊക്കെ വരികയൊക്കെ ചെയ്യും. അപ്പോൾ മക്കളില്ലാണ്ട പ്രശ്നം വരും. അങ്ങനെ കുടുംബം മുരടിച്ച് പോവുകയൊക്കെ ചെയ്യും. അങ്ങനെയൊക്കെ. അപ്പോൾ അവർ ഒരു കുരുട്ടുബുദ്ധി നോക്കുമ്പോൾ അള്ളാഹു അതിനേക്കാളും വലിയ തന്ത്രം പ്രയോഗിക്കും. ആ ഖുർആനിൽ പറയുന്നുണ്ട്. അപ്പം അതിൻ്റെ ഫലമാണിത് ഇപ്പം പറഞ്ഞു വരുന്നത്. അപ്പോൾ ഇവരെങ്ങനെ
പണം ഉണ്ടാക്കിയിട്ടാണ് ഇവരിത് ലോകം മുഴുവൻ ഇവരുടെ കൈപ്പിടിയിൽ ഒതുക്കിയത് ഇവർ. അങ്ങനെ ഉത്കൃഷ്ടമായൊരു ജനവിഭാഗമായിരുന്നു ജൂതന്മാർ. പക്ഷെ അവർ ഇതിൻ്റെ പിന്നാലെ പണത്തിനോടുള്ള ആർത്തി മൂലം ഇവർ അങ്ങനെ തിന്മയുടെ വക്താക്കളായി. ഇപ്പോൾ ലോകം മുഴുവൻ അടക്കി ഭരിക്കുന്നവരുടെ കയ്യിലാണ്. ആ പ്രവാചകൻ പറഞ്ഞിട്ടുണ്ട്, നിങ്ങൾക്ക് സമ്പത്തും വിശ്വാസവും ഈമാൻ വെച്ചാൽ അള്ളാഹുവിലുള്ള വിശ്വാസം ഒരുമിച്ച് പോകാൻ പ്രയാസമാണ്. നമ്മുടെ കയ്യിൽ പണം കൂടുന്നതനുസരിച്ച് നമ്മുടെ വിശ്വാസം താഴോട്ട് പോകും. അള്ളാഹുവിലുള്ള ദൈവത്തിലുള്ള വിശ്വാസം താഴോട്ട് പോകും. അപ്പോൾ ഏറ്റവും കൂടുതൽ പണം കൈയാളുന്ന ജൂതന്മാരാണ്. അതുകൊണ്ട് ഇവർക്ക് ദൈവവിശ്വാസം തീരെ ഉണ്ടാവില്ല. ഒരു ചടങ്ങുകൾ മാത്രമേ ഉണ്ടാവുകയുള്ളൂ. അപ്പോൾ ഇവർ സാത്താനെയാണ് ഇവർ ആരാധിക്കുക. പണം കൂടുന്നതനുസരിച്ച് നമ്മൾ ചെകുത്താൻ്റെ കക്ഷികളിലേക്ക് പോകും. പല ധനാഢ്യന്മാരും ഒക്കെ ഇപ്പോൾ സാത്താനിക ചർച്ചകളിലേക്ക് പോകുന്നത് എന്തിനാണ്? അവർ പണം കിട്ടാൻ വേണ്ടിയിട്ട്. പത്രങ്ങളൊക്കെ പരിശോധിച്ചാൽ കാണാം, നിങ്ങൾക്ക് മാന്ത്രിക ഏലസ്, ധനം കുന്നുകൂടാൻ വേണ്ടിയുള്ള മാന്ത്രിക ഏലസ് ഒക്കെ കാണാം. അപ്പോൾ ഇതൊക്കെ സാത്താനിസത്തിൻ്റെ മറ്റൊരു രൂപമാണ്. ഇല്ലുമിനാറ്റിയിലേക്ക് പോകാനുള്ള ചെറിയ ചെറിയ വാതിലുകളാണ്. ആ വാതിൽ കൂടെ കടന്നാണ് മെയിൻ വാതിലായ ഇല്ലുമിനാറ്റികൾ, ഫ്രീമേസൺ ക്ലബ്ബിൽ നമ്മൾ എത്തിച്ചേരുക. അപ്പോൾ നമ്മളെ ജോലിയൊക്കെ ഇങ്ങനെ പണം കിട്ടാൻ, അവളുടെ ഭർത്താവിന് ജോലിയില്ലാതെ വിഷമിക്കുകയാണ്. അങ്ങനെ ജോലി കിട്ടാൻ വേണ്ടിയിട്ട് ഈ ജ്യോത്സ്യന്മാരെ എടുത്തു പോവുകയും അങ്ങനെ ജ്യോത്സ്യന്മാർ ചില മന്ത്രങ്ങളൊക്കെ, ചരടുകൾ, ഏലസുകളൊക്കെ, തകിടുകളൊക്കെ മുറിയുടെ പല ഭാഗങ്ങളിലും കുഴിച്ചിടാനൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അങ്ങനെ അവളത് പല ഭാഗങ്ങളും കുഴിച്ചിട്ടിട്ടുണ്ടായിരുന്നു. ഈ കേസ് അന്വേഷിക്കുന്ന CBI പോലീസുകാർ ഇത് കണ്ടെടുക്കുകയും ചെയ്തിട്ടുണ്ട്. അപ്പം ഈ ആദ്യത്തെ പടിയാണിത്, പണത്തോടുള്ള ആർത്തി. പണം കിട്ടാൻ വേണ്ടിയിട്ട് ഇങ്ങനത്തെ ഏലസുകളും ഇതൊക്കെ പിന്നെ കളിക്കുന്ന ചെകുത്താനാണ്. ഞാനൊരു ടൈലറിംഗ് ഷോപ്പിൽ പണിക്കുന്നപ്പോൾ അവിടെ അതിൻ്റെ മുതലാളിക്ക് ഇതിലൊക്കെ വലിയ വിശ്വാസമാണ്. അയാൾ ഹിന്ദുവാണ്. അയാൾ പിന്നെ ഇതുപോലത്തെ ഇങ്ങനെ ഈ ജ്യോത്സ്യന്മാരെയൊക്കെ ഷോപ്പിലേക്ക് കൊണ്ടുവരും. എന്നിട്ട് ആ ഷോപ്പിൻ്റെ പൂട്ടൊക്കെ ഒരിക്കലും മന്ത്രിച്ച് ഊതുന്നൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട്. അതുപോലെ തന്നെ ഷോപ്പിൻ്റെ ചില ഭാഗങ്ങളിൽ ഒരു സ്റ്റാറിൻ്റെ സ്റ്റാറിൻ്റെ രൂപത്തിലുള്ള ചില ചിത്രങ്ങളൊക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതൊക്കെ ഒരു ആഭിചാര വേലയാണ്. ഇപ്പോൾ ജൂതന്മാരുടെ ഇതിലും ആ സ്റ്റാറാണ്, 5 or 6 കാലുള്ള സ്റ്റാറുകൾ. അപ്പോൾ ഒക്കെ ഒന്ന് തന്നെയാണ്. എല്ലാം ഒന്നിലേക്ക് തന്നെയാണ് പോകുന്നത്. ഇപ്പം പിന്നെ നമ്മളെ BJPയുടെ ഇത് താമരയാണല്ലോ. നമ്മൾ വിചാരിക്കും ഇന്ത്യയുടെ ദേശീയ പുഷ്പമാണ് താമര. ശരിക്കും അത് താമരയല്ല, അത് മറ്റൊരു ചതിയാണ്. അത് ജൂതന്മാരുടെ ഒരു ചിഹ്നമുണ്ട്. അത് താമരയുടെ രൂപത്തിലുള്ള ചിഹ്നം, ഒരു വിളക്കിൽ ഒരുപാട് തിരികളുള്ള വിളക്ക്, അതും ഏകദേശം താമര പോലെ തോന്നിക്കുന്ന. അപ്പോൾ അത് തന്നെയാണ് ഇന്ത്യ BJP താമര. അപ്പോൾ ഒക്കെ ഒന്ന് തന്നെ, ലോകം മുഴുവൻ ഭരിക്കുന്നൊക്കെ ഒരാൾ തന്നെ. അപ്പോൾ BJPയും ഈ ഇല്ലുമിനാറ്റിയുടെ ഒരു വകഭേദമാണ്, സാത്താനിസത്തിൻ്റെ വകഭേദമാണ്. അപ്പോൾ ഇങ്ങനെയുള്ള ഒരു ഇതിലേക്ക് ഒരു മാറിപ്പോയി. ഒരു ലോകത്ത് ഉത്കൃഷ്ട ജനതയായിരുന്നു. പക്ഷെ ഇവർ ഈ വ്യഭിചാരം, വല്ല പലിശ അങ്ങനത്തെ ഇതിലേക്ക് മുഴുകിയപ്പോൾ അവർ ഏറ്റവും മോശം ജനതയായി മാറി. അള്ളാഹുവിൻ്റെ കോപം ബാധിച്ച ജനതയായി മാറി. അത് മാത്രമല്ല, സൂറത്തുൽ ഫാത്തിഹയിൽ കൂടെ ശപിക്കുകയും ചെയ്തു. അല്ലേ? മുസ്ലിങ്ങൾ 17 തവണയോളം പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനയിൽ വരെ അവരെ ശപിച്ചുകൊണ്ടാണ് ഓരോ മുസ്ലിമും അവൻ്റെ ദിവസങ്ങൾ ആരംഭിക്കുന്നത്. അത്രക്കും നിന്ദ്യരായി മാറി അവർ. അപ്പോൾ ഉത്കൃഷ്ട ജനതയായിരുന്നു അവർ ആദ്യം. പ്രവാചകൻ്റെ ആൾക്കാരും ഒക്കെ ആയിരുന്നു. ഒരുപാട് പ്രവാചകന്മാർ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ എന്നിട്ട് പോലും അവർ എന്ത് ചെയ്തു? കളഞ്ഞു കുളിച്ചു. അപ്പോൾ അത്തരം നാശകാരികളെ തൊട്ടുള്ള നമ്മളെ കാത്തുരക്ഷിക്കുന്ന തമ്പുരാനെ ജൂതന്മാർ ലോകം മുഴുവൻ അവരുടെ കൈപ്പിടിയിൽ ഒതുക്കുവാനും അവരുടെ നേതാവായ ലൂസിഫറിന് വരവേൽക്കാൻ വേണ്ടി അവർ ഭൂമിയിൽ പലവിധ തയ്യാറെടുപ്പുകൾ നടത്തിക്കൊണ്ടിരിക്കുന്ന തമ്പുരാൻ, അവരുടെ കുതന്ത്രങ്ങളെല്ലാം നീ പിഴവിലാക്കണമേ തമ്പുരാനെ. ഖിലാഫത്തിൻ കീഴിൽ ലോകം മുഴുവൻ ഇസ്ലാമിക ഭരണം വരുവാൻ നീ അനുഗ്രഹിക്കണമേ തമ്പുരാനെ. ആമീൻ.